വളരെ സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ. UAE-യിൽ നിരവധി തവണ നിങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിലും ലോകത്ത് തന്നെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കാനും ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഷാർജയിലെ ഭരണാധികാരിയുടെ വളരെ വലിയ ദീർഘവീക്ഷണമാണ് ലോകത്തിന് ഇത്തരമൊരു വലിയ സമ്മാനം നൽകണം. അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായന ധിഷണയുടെ അടയാളം. ഒരു പ്രദേശത്തിന്റെ വളർച്ച വായനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര പുസ്തക ഉത്സവം അല്ലെങ്കിൽ പുസ്തകമേള ഇത് നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ച് അത് നമ്മളിലും സ്വാധീനമുണ്ടാക്കും എന്നുള്ളതാണ് വാസ്തവം. ഇവിടുത്തെ ഭരണാധികാരികൾ അവരുടെ വലുപ്പം നമ്മൾ മനസ്സിലാവുക ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ. കാരണം അന്താരാഷ്ട്രം എന്നത് കേവലം പദങ്ങളിൽ ഒതുങ്ങുകയല്ല. യഥാർത്ഥത്തിൽ ഇതിനുള്ളിൽ വരുമ്പോൾ ഒരു റിയൽ ഇന്റർനാഷണൽ എന്ന് നമ്മൾ പറയേണ്ടി വരും. അന്താരാഷ്ട്രം എന്നത് ഒരു യാഥാർത്ഥ്യമായി, മൂർത്ത സത്യമായി നമ്മുടെ മുന്നിൽ കാണുകയാണ്. ആ മൂർത്ത സത്യത്തെ നമ്മളെല്ലാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് നാം എത്രത്തോളം ഇതിനെ ഉപകാരപ്പെടുത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ടീമിൽ നമ്മളോടൊപ്പമുള്ള നമ്മുടെ സുഹൃത്ത് മോഹനെ പോലെയുള്ള ഒരാളുണ്ടാകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സത്യത്തിൽ വലിയ സന്തോഷവും അഭിമാനവും എല്ലാം തോന്നും. കാരണം ഇത് നമ്മുടെ നാടല്ല. പക്ഷേ നമ്മുടെ നാടില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ലോക ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ലഭിക്കുക മാത്രമല്ല, നമ്മുടെ ഭാഷാ പുസ്തകങ്ങൾ ഒരുവിധം എല്ലാ പ്രസാധകരുടെയും പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന രൂപത്തിൽ, വായനക്കാരന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ, ആസ്വാദകരമായ രൂപത്തിൽ അത് ലഭ്യമാക്കുന്ന ഒരു വലിയ സംഭവത്തിന്, ആ സംഭവത്തിന്റെ സംഘാടകരോടൊപ്പം നമ്മുടെ മോഹനനെ പോലെയുള്ള ആളുകൾ, അത് നമുക്ക് നമ്മുടെ ഒരു മലയാളി മനസ്സും മലയാളി സ്വത്വവും നൽകുന്ന വലിയൊരു അഭിമാനബോധം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഭരണാധികാരികളുടെ വലുപ്പവും ദീർഘവീക്ഷണവും അവരുടെ ഹൃദയ വിശാലതയും എല്ലാം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ ആരംഭിച്ചത് പരിശുദ്ധ ഖുർആൻ അതിന്റെ വിവരണത്തിന്റെ അവസാനത്തെ വോള്യം
പ്രകാശനം ചെയ്തുകൊണ്ട് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് പണ്ഡിതന്മാരാരംഭിച്ച് ഒരു മഹാപണ്ഡിതന്റെ 25 വർഷക്കാലഘട്ടം മുഴുവനും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തപ്പെട്ട ഒരു വലിയ തപസ്യ എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഒരു വലിയ തപസ്യ തന്നെയായിരുന്നു. ഖുർആൻ വിവരണം പൂർത്തിയായി ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴേക്ക് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയും ചെയ്തു. മുഹമ്മദ് അമാനി ഖുർആൻ വിവരണം പലപ്പോഴും മലയാളി അതിന്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കാറ്. കാരണം ലോകത്തെ ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്ന, ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഭാഷകൾ, ഇംഗ്ലീഷിനെ പോലെയുള്ള ഭാഷകൾ നമുക്കറിയാം. ആ ഇംഗ്ലീഷിനെ പോലെയുള്ള ഭാഷകളിൽ പോലും ഇത്ര ആഴത്തിലുള്ള ഒരു മൗലികമായ ഖുർആൻ വിവരണം പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എന്റെ പഠനത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അറബി ഭാഷയിൽ തഫ്സീറുകൾ ഉണ്ടാകും. ആ തഫ്സീറുകളുടെ പരിഭാഷകൾ ചിലപ്പോൾ ഇംഗ്ലീഷിലുണ്ടാകും. പക്ഷേ മൗലികമായി ഇംഗ്ലീഷ് ഭാഷയിൽ പോലും അമാനി മൗലവിയുടെ ഖുർആൻ തഫ്സീറിനോട് ഇടപിടിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു വിവരണം പുറത്തിറങ്ങി. അതിലൂടെ കടന്നു പോകാൻ കഴിയാതിരുന്നാൽ കഴിഞ്ഞാൽ നമുക്ക് ഖുർആനിന്റെ കാമ്പ് മാത്രമല്ല, ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ആ രൂപത്തിലുള്ള ഒരു വലിയ സംരംഭമാണ്. ആ സംരംഭവും ഇവിടെ നടന്നപ്പോൾ അതോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. സത്യത്തിൽ ഒരു പുസ്തകമേള എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുള്ളത് പോലെ വൈജ്ഞാനികമായ വളർച്ചക്ക് അതോടൊപ്പം തന്നെ വായനയുടെ വളർച്ചയ്ക്കെല്ലാം നിമിത്തമാകുന്ന പരിപാടി, അതല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള പ്രോഗ്രാം എന്ന തലത്തിലാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ അതിനപ്പുറത്ത് ഒരുപാട് വലിയ തലങ്ങളുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടുത്തെ ഷാർജയിലെ റൂളറുണ്ട്, ഇതിന്റെ സംഘാടകനായ മോഹനെ പോലെയുള്ള സുഹൃത്തുക്കളുമല്ല. സത്യത്തിൽ നമ്മുടെ പ്രവാസികളുടെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ കൂടിയുള്ള ഒരു വലിയ പ്രവർത്തനത്തിനാണ് ഏർപ്പെട്ടിട്ടുള്ളത് എന്ന വസ്തുത പലപ്പോഴും അവർ പോലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയം. 2016 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ The Journal of Social Sciences and Medicine എന്ന മാഗസിൻ, സെപ്റ്റംബറിലെ മാഗസിൻ, അത് സ്ഥിരമായി അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാഗസിനാണ്. അത് സെപ്റ്റംബറിൽ 164ാമത്തെ വോള്യം. ഈ മാഗസിനിൽ ഒരു വലിയ പഠനം, ആ പഠനത്തിന്റെ തലക്കെട്ട് തന്നെ A chapter a day, agreement of book reading and life now. അതിൽ ലോകപ്രശസ്തരായ 3 ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ഡാറ്റകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിക്കുന്നത് പുസ്തക വായന ആയുസ് വർദ്ധിപ്പിക്കുന്നു. പുതിയ പഠനമാണ് 2016 സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ മാഗസിൻ. പുസ്തക വായന ആയുസ് വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോൾ മലയാളിക്ക് ഏറെ സന്തോഷിക്കാനൊന്നും വകയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മലയാളിയുടെ സ്ഥിരം വായന പത്രവായന.
അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടത് പത്രവായനയും കേവലമായ അറിവ് കേവലമായ വാർത്തകൾ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഒരു പത്രവും മറ്റേ പത്രവും തമ്മിൽ എന്ത് വിശകലനത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പത്രവായനയുണ്ട്. അത് ആയുസ് കുറക്കുമെന്നാണ് പഠിക്കുന്നത്. അതിനേക്കാൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സംഗതി നമ്മുടെ ശീലത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ള ഇന്റർനെറ്റിലുള്ള വായന, വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം മാറി മാറി വരുന്ന മെസ്സേജുകളിലൂടെ തല പുകച്ചുകൊണ്ടുള്ള വായന. ഇത് ആയുസ് മാത്രമല്ല, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയും കുറക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഹെഡിങ് എന്ന് പറഞ്ഞതുപോലെ പുസ്തക വായന അത് മറ്റൊരു തലമാണ്. വായന മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടക്കാലഘട്ടത്തിൽ വലിയ കോലാഹലങ്ങളുണ്ടായി. ഏകദേശം 1990കളുടെ അവസാനം മുതൽ ഒരു 2010 വരെയുള്ള സമയത്ത് വായന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന രാവലാതിയും വേവലാതിയും പ്രത്യേകിച്ച് വായനാ സമൂഹങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാൽ പുതിയ കാലത്ത് അന്ന് വായന മരിക്കുന്നു എന്ന് പറയാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിഷ്വൽ മീഡിയയുടെ അതിപ്രസരമാണ്. ടെലിവിഷൻ പച്ചയായി പറഞ്ഞാൽ നമ്മുടെ എല്ലാം വീടുകളിലെ പ്രധാനപ്പെട്ട നമ്മുടെ സംസ്കാരത്തിന്റെ നിർണയ കേന്ദ്രമായി മാറിയ ഒരു പ്രത്യേക കാലം. അവിടെയും നമ്മൾ അറിയേണ്ട വലിയൊരു സംഗതി, എത്ര വലിയ വൈജ്ഞാനികപ്രദമായ ടെലിവിഷൻ പ്രോഗ്രാം ആണെങ്കിലും, എത്ര വൈജ്ഞാനികപ്രദമാകട്ടെ, വിജ്ഞാനപ്രദമായ എത്ര വലിയ അറിവ് നൽകുന്ന ടെലിവിഷൻ പ്രോഗ്രാമാണ്, ആ പ്രോഗ്രാമിന് കേവലം അറിവ് നൽകുക എന്ന ദൗത്യത്തിനപ്പുറത്ത് മറ്റൊന്നും നിർവഹിക്കാനില്ല. എന്നാൽ അറിവ് നൽകുന്ന ഒരു പുസ്തകത്തിന് നമ്മുടെ വായനക്കാരന്റെ ഭാവനയെ വല്ലാതെ ത്രസിപ്പിക്കുവാൻ സാധിക്കും. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. നിങ്ങൾ നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കതിൽ ആസ്വാദനം ഉണ്ടാകും, അതിലെ വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതേ സാധനം തന്നെ നാഷണൽ ജിയോഗ്രാഫിക് മാഗസിനിൽ പറയുന്നത് നിങ്ങൾ വായിക്കുമ്പോൾ വിജ്ഞാനം ലഭിക്കും, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും, ഒപ്പം തന്നെ നിങ്ങളുടെ ഭാവനയെ വല്ലാതെ ത്രസിക്കും. ഇതേ സാധനം. അതിന് കാരണം വിഷ്വൽസ് ഒരാളുടെ അനുഭവത്തിന്റെ അങ്ങേ തലയാണ്. വിഷ്വൽസ് ഒരാളുടെ അനുഭവത്തിന്റെ അങ്ങേ തലയാണ്. അതുകൊണ്ട് തന്നെ പിന്നെയൊന്നുമില്ല. അതിനപ്പുറത്ത് വായനയാകുമ്പോൾ അതിനപ്പുറത്തുള്ള ഇനിയും ഒരുപാടുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അത് ഭാവനയെ ത്രസിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പഠനം പോയി ലൈംഗിക ചുവയുള്ള പുസ്തകങ്ങൾ, പോർണോഗ്രാഫിക് വീഡിയോസും പോലും അവ പോലും താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാമത്തേത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ
അത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടെങ്കിലും അത് ആ രംഗത്തെ കൂടുതൽ കൂടുതൽ താല്പര്യമുണ്ടാക്കുകയാണ് ചെയ്യുക എന്ന് പറയുമ്പോൾ പോർണോഗ്രാഫിക് വീഡിയോസിനെ കുറിച്ചുള്ള പഠനം പറയുന്നത് അത് അപകടകരമായ ലൈംഗിക വിരക്തിയിലേക്കാണ് നയിക്കുക. അതിനും കാരണം ഗവേഷകന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തേത് വായനയായതുകൊണ്ട് തന്നെ അതിൽ ഭാവനയുണ്ടാകുന്നു എന്നതും, രണ്ടാമത്തേത് അവസാനത്തെ അനുഭവമായതുകൊണ്ട് തന്നെ അതോടുകൂടി അവസാനിക്കുന്നു എന്നാണ്. വായന ഒരു അനുഭവമായി തീരുക യഥാർത്ഥത്തിൽ വായനക്കാരന് മാത്രമാണ്. നമ്മളിവിടെ ഷാർജയിൽ ഇരുന്നു കൊണ്ട് വായനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചരിത്രത്തിലെ വായനാ വളർച്ചയുടെ പ്രാന്തപ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. വായനയുണ്ടാകുന്നത് എഴുത്തുണ്ടാകുമ്പോൾ. എഴുത്ത് ആദ്യമായി ആരംഭിച്ചത് ചിത്രലിപികളിലൂടെയാണ്. ഗ്ലിഫ്സ് എന്നാണ് അതിൽ പറയുന്നത്. ചിത്രലിപികളിലൂടെ എഴുത്ത് ആരംഭിച്ചത് സുമേറിയന്മാരായിരുന്നു എന്നാണ് ഈ അടുത്ത കാലഘട്ടം വരെ ഉണ്ടായിരുന്ന നിഗമനം. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ ക്രിസ്തുവിന് 3200 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഉപയോഗിച്ചിരുന്ന ചില കൽഫലകങ്ങളിലും അതേപോലെ തന്നെ ചില വീട്ടു സാധനങ്ങളിലുമെല്ലാം ചിത്രാങ്കിതമായ ഗ്ലിഫ്സുകൾ ഉള്ളതായി ഇറാഖിലും സിറിയയിലെ ചില പ്രദേശങ്ങളിലും, അതേപോലെ ഇറാഖ്, കുവൈറ്റിലെ ഇന്നത്തെ സ്ഥലം, സിറിയയിലെ ചില പ്രദേശങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് സുമേറിയൻ മെസൊപ്പൊട്ടേമിയൻ നാഗരികത എന്ന് പറയും. ഈ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ഈ വസ്തുക്കളിലെ എഴുത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ 1999 ആർക്കിയോളജിക്കൽ മാഗസിൻ പുതിയ പഠനം, അതിനു മുമ്പ് ചിത്രാങ്കിത ലിപികൾ ഗ്ലിഫ്സ് ഉപയോഗിക്കാൻ ആരംഭിച്ചിരുന്നു. അതും ഉള്ളത് ഈജിപ്തിലാണ്. ക്രിസ്തുവിന് 3400 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന ചിത്രാങ്കിത എഴുത്തിനാണ് പറയുന്നത് ഹീറോഗ്ലിഫ്സ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് രണ്ടും എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ അന്താരാഷ്ട്ര പുസ്തകമേള നടക്കുന്ന പ്രദേശത്ത് നിന്ന് ഏതാനും 1000 കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള സ്ഥലമാണ്. അഥവാ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായിരുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെയാണ് വായനയുടെ തുടക്കവും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. വായന മനുഷ്യ സംസ്കാരത്തെ, നാഗരികതയെ പരിപോഷിപ്പിക്കുകയല്ല, മറിച്ച് നിർമ്മിക്കുകയാണ് ചെയ്തത്. വായനയും എഴുത്തുമില്ലെങ്കിൽ നാഗരികതയില്ല, സംസ്കാരമില്ല. എങ്ങനെയാണ് നാഗരികത ഉണ്ടാകുന്നത്? അത് ഓരോ തലമുറയും ചെയ്തു വെച്ചതിൽ നിന്ന് അടുത്ത തലമുറ ആരംഭിക്കുമ്പോഴാണ് നാഗരികത ഉണ്ടാകുന്നത്. ഏത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളും വലുതാകുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമെല്ലാം വളരുന്നത് അതുകൊണ്ടാണ്. മനുഷ്യവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് ഇന്നലെ പോയ ആളുകൾ എവിടെ വെച്ച് അവസാനിപ്പിച്ചുവോ അവിടെ നിന്നാണ്. ഇന്നലെ കടന്നുപോയ ആളുകൾ അവസാനിപ്പിച്ചിരുന്ന് ആരംഭിക്കുമ്പോഴാണ്
വളർച്ചയുണ്ടാവുക, അതല്ലെങ്കിൽ നാഗരികതയുണ്ടാവുക. ശാസ്ത്രത്തെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ന്യൂട്ടൺ അവസാനിപ്പിച്ചിടത്ത് നിന്നാണ് കെപ്ലർ ആരംഭിക്കുന്നത്. കെപ്ലർ നിർത്തിയിടത്ത് നിന്നാണ് ഐൻസ്റ്റൈൻ തുടങ്ങുന്നത്. അല്ലായിരുന്നെങ്കിൽ ഐൻസ്റ്റൈൻ ന്യൂട്ടൺ തുടങ്ങിയിടത്ത് നിന്ന് തുടങ്ങേണ്ടി വരും. ഒരു മനുഷ്യായുസിന് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഐൻസ്റ്റൈൻ ആകാൻ കഴിയില്ല. ന്യൂട്ടൺ തുടങ്ങിയിടത്ത് നിന്ന് തുടങ്ങേണ്ടി വന്നു. ഇങ്ങനെയാണ് നാഗരികത ഉണ്ടാകുന്നത്. അപ്പോൾ എഴുത്തില്ലെങ്കിൽ, വായനയില്ലെങ്കിൽ നാഗരികതയില്ല, വളർച്ചയില്ല, മനുഷ്യനില്ല. ഇത് വളരെയേറെ പ്രസക്തമാണ്. മനുഷ്യനെ തന്നെ അതിനുവേണ്ടി സൃഷ്ടിച്ച രൂപത്തിലാണ് മനുഷ്യന്റെ അസ്തിത്വം. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ വചനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ സീക്വൻസ് ഉണ്ട്. അത് എത്രത്തോളം ഗവേഷണത്തിന് വിധേയമാക്കപ്പെട്ടു എന്ന് സംശയമാണ്. നമ്മളതിന്റെ മതപരമായ തലങ്ങളും വിജ്ഞാനത്തിലേക്കുള്ള വാതിലുമെല്ലാം നമ്മളേറെ ചർച്ച ചെയ്തിട്ടുണ്ട്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുമ്പോൾ നിന്നെ സൃഷ്ടിച്ച, നിന്റെ ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക, സൃഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വായനയെയും സൃഷ്ടിയെയും എല്ലാം കുറിച്ചോടെ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ ആ 4 വചനങ്ങൾക്ക് ഒരു വളരെ ശ്രദ്ധേയമായ നാഗരികതയുമായി ബന്ധപ്പെട്ട വലിയൊരു സീക്വൻസ്, ഒരു വലിയ ക്രമം. ആ ക്രമം മനുഷ്യ നാഗരികതയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. എങ്ങനെയാണ് മനുഷ്യൻ വ്യതിരിക്തനാകുന്നു എന്നത് ആ ക്രമത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായിക്കുക നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ അലഖിൽ നിന്ന് സൃഷ്ടിച്ചിരുന്നു. ഇഖ്റ വറബ്ബുക്കല്ലദീ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, നീ വായിക്കുക നിന്റെ നാഥൻ നിന്നെ ആദരിച്ചിരിക്കുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം, ആ ആദരവ് പേന കൊണ്ട് പഠിപ്പിച്ചത് വഴിയാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്ന് തുടങ്ങി മനുഷ്യനാഗരികതയുടെ സവിശേഷത മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് ഈ സീക്വൻസ്. മനുഷ്യനോട് ജീവപരിണാമവാദികൾ പറയാറുള്ളത് മനുഷ്യനോട് ഏറെ സാമ്യമുള്ള ജീവിയാണ് ആൾക്കുരങ്ങ് എന്നാണ്, ചിമ്പാൻസി എന്ന്. മനുഷ്യന്റെ ഏകദേശം ശരീര വലുപ്പം, മനുഷ്യനെ പോലെ 2 കാലിൽ നിൽക്കുവാനുള്ള കഴിവ്, രൂപ സാദൃശ്യം, ഇതെല്ലാം ഉള്ള ജീവി. പക്ഷേ അവിടെ 2 ജീവികളും തമ്മിൽ പരിണാമ ശൃംഖല ഉപയോഗപ്പെടുത്തി എത്ര സമർത്ഥമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാണ് ജീവപരിണാമ ശാസ്ത്രജ്ഞന്മാർക്ക് അവരുടെ വിശദീകരണത്തിന് വഴങ്ങാത്ത വളരെ പ്രത്യേകമായ ചില വ്യതിരിക്തതകളുണ്ട്. അത് 2 ജീവിയുടെയും തലച്ചോറിന്റെ വ്യത്യാസം. മനുഷ്യന്റെ തലച്ചോറ് മനുഷ്യ ശരീരത്തിന്റെ 2% മാത്രമാണ് വരുന്നത്. മനുഷ്യന്റെ തലച്ചോറ് മനുഷ്യ ശരീരത്തിന്റെ 2%. ആ തലച്ചോറിലേക്ക്
മനുഷ്യ ശരീരത്തിൽ നമ്മൾ നമ്മൾ ശ്വസിച്ച് ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജന്റെ 20% ഉപയോഗപ്പെടുത്തുന്നത് ഈ 2% വരുന്ന തലച്ചോറ്. നമ്മുടെ രക്തത്തിന്റെ 20% ഈ തലച്ചോറാണ് ഉപയോഗപ്പെടുത്തുന്നത്. തലച്ചോറിലൂടെയാണ് സംക്രമണം ചെയ്യപ്പെടുന്നത്. ഇത് ചിമ്പാൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 6 ഇരട്ടിയാണ്. എന്തിനു വേണ്ടി തലച്ചോറിലേക്ക് അങ്ങനെ സംക്രമണം ഉണ്ടായി? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരിശുദ്ധ ഖുർആനിലെ സീക്വൻസിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് നിന്നെ അലക്കിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. അലക്ക് എന്ന ശബ്ദം ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. അലക്ക് എന്ന് പറഞ്ഞാൽ ഭ്രൂണത്തിന്റെ പ്രാഥമികമായ ഘട്ടത്തെയാണ് കുറിക്കുന്നത്. പുരുഷബീജവും പെൺബീജവും ഒരുമിച്ച് ചേർന്ന് സിക്താണ്ഡം ഉണ്ടായി കഴിഞ്ഞാൽ ആ സിക്താണ്ഡം ഒന്നാമത്തെ നമ്മുടെ കോശമായി. ആ കോശം 2ഉം 4ഉം 8ഉം 16ഉം 32ഉം 64ഉം 128ഉം എല്ലാമായി ഇങ്ങനെ മാറുന്നതിനിടക്ക് ഗർഭാശയത്തിലേക്ക് നല്ല നല്ല ഫെലോപ്പിയൻ നാഡിയിലൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്ന ഈ കോശങ്ങളുടെ കൂട്ടം വളരെ സൂക്ഷ്മമായ ബോൾ പോലെയാണ്. ആ ബോളിന് മോറുല എന്നാണ് പറയുന്നത്. ആ മോറുല എന്ന ബോള് ഇങ്ങനെ വന്നിട്ട് ഗർഭാശയത്തിന്റെ ഭിത്തിയിലെത്തി 7ാമത്തെ ദിവസം ഗർഭാശയത്തിന്റെ ഭിത്തിയിലേക്ക് ഒരട്ടയുടെ കാലുകൾ എങ്ങനെയാണോ മനുഷ്യ ശരീരത്തിലേക്ക് കയറുന്നത് അതേപോലെ കയറി അവിടെ അള്ളിപ്പിടിച്ച് പറ്റിപ്പിടിച്ചിട്ട് ഇങ്ങനെ വളരാൻ തുടങ്ങും. ആ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയക്കാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്ക് പ്രതിഷ്ഠാപനം എന്ന് പറയാം. ഈ പ്രതിഷ്ഠാപനം നടന്ന ഭ്രൂണത്തിനെയാണ് അലഖ് എന്ന് പറയുക. അലഖ് എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിച്ചത് എന്നാണ്. ഇവിടെ പറയുന്നത് മനുഷ്യനെ ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യരെ അള്ളിപ്പിടിക്കുന്ന അലഖിൽ നിന്ന് സൃഷ്ടിച്ചു. യഥാർത്ഥത്തിൽ മനുഷ്യൻ മാത്രമല്ല അലഖിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഏതൊക്കെ ജീവികൾ ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്നുവോ സസ്തനികൾ എല്ലാം ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളാണ്. 6000-ൽ ചില്ലാനം സസ്തനികൾ. ഈ ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളിലെല്ലാം ഗർഭാശയ ഭിത്തിയിൽ ഈ അലക്കിൽ നിന്ന് തന്നെയാണ് ആ ജീവികളെല്ലാം ഉണ്ടാകുന്നത്. മനുഷ്യനും അലക്കിൽ നിന്ന്. അപ്പോൾ ഈ അലക്കിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ഇവിടെ തന്നെ പിന്നീട് പറയുന്നത് അലഖിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. നിങ്ങൾക്ക് ചെറിയ സസ്തനി മുതൽ വലിയ സസ്തനി വരെയുള്ള എല്ലാം അലഖിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിന്നെ പടച്ചവൻ നിനക്ക് നൽകിയിട്ടുള്ള ഔദാര്യം എന്നത് അല്ലാമ ബിൽ ഖലം, കലം കൊണ്ട് നിന്നെ പഠിപ്പിച്ചത്, പേന കൊണ്ട് പഠിപ്പിച്ചത്. ആ പേന ഉപയോഗിക്കുവാനുള്ള മനുഷ്യന്റെ കഴിവാണ് നേരത്തെ പറഞ്ഞ വായനക്കും എഴുത്തിനുമെല്ലാം നിമിത്തമായത്. പേന ഉപയോഗിക്കുവാൻ മനുഷ്യനുള്ള കഴിവ് വളരെ സവിശേഷമായ ഈ വിരലുകൾ ഇങ്ങനെ നമുക്ക് ചലിപ്പിക്കാൻ നൽകിയ വലിയ അനുഗ്രഹം കൊണ്ടുണ്ടായിരുന്നു.
വിരല് മനുഷ്യന്റേതുപോലെ ചലിപ്പിക്കാൻ ഒരു ജീവിക്കും കഴിയില്ല. മനുഷ്യന്റെ വിരലുകളെ പോലെ ഈ രൂപത്തിൽ വിരലുകളെ ചലിപ്പിക്കാൻ ഒരു ജീവിക്കും കഴിയില്ല. ഇത് മനുഷ്യന്റെ തലച്ചോറിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിങ്ങനെ വെറുതെ ചലിച്ചുണ്ടായതല്ല. ജീവപരിണാമത്തിലൂടെ എങ്ങനെയോ വന്ന് ഭവിച്ചതല്ല എന്നാണ്. തലച്ചോറിലുണ്ടായതെന്ന് പറയാൻ കാരണം നമ്മുടെ തലച്ചോറിൽ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് മോട്ടോർ കോർട്ടെക്സ് എന്നാ പറയുന്നത്. മോട്ടോർ കോർട്ടെക്സിൽ നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോണുകൾ, നാഡീകോശങ്ങൾ, ആ നാഡീകോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമ്മുടെ ശരീരത്തെ മോട്ടോർ കോർട്ടെക്സ് എന്ന് പറഞ്ഞ സാധനത്തിന് ഉള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചലിക്കുന്ന സ്ഥലങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥലമാണ് മോട്ടോർ കോർട്ടെക്സ്. നമ്മുടെ ശരീരത്തിലെ ചലിക്കുന്ന അവയവങ്ങളെ നിയന്ത്രിക്കാനുള്ള സ്ഥലമാണ് മോട്ടോർ കോർട്ടെക്സ്. ആ മോട്ടോർ കോർട്ടെക്സിൽ എവിടെയാണോ കൂടുതൽ ചലിക്കേണ്ടത് അതിനനുസരിച്ച് ന്യൂറോണുകളുടെ എണ്ണം കൂടും. നമ്മുടെ ശരീരത്തിലെ എവിടെയാണ് കൂടുതൽ ചലിക്കേണ്ടത് അതിനനുസരിച്ച് ന്യൂറോണുകളുടെ എണ്ണം കൂടും. ജീവികളുടെ എല്ലാ മോട്ടോർ കോർട്ടെക്സ് പരിശോധിച്ചാൽ, ജീവികളുടെ സസ്തനികളുടെ എല്ലാ മോട്ടോർ കോർട്ടെക്സ് പരിശോധിച്ചാൽ, ആ മോട്ടോർ കോർട്ടെക്സിൽ ഓരോ ശരീരഭാഗത്തേക്കും ആവശ്യമായ ന്യൂറോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവികളുടെ ശരീരത്തെ പുനർസൃഷ്ടിക്കുന്നതിനാണ് മോട്ടോർ കോർട്ടെക്സ് മാപ്പ് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ശരീരത്തിൽ കണ്ണിന് എത്ര ന്യൂറോണുകൾ ഉണ്ടോ അതിനനുസരിച്ച് കണ്ണിന്റെ വലുപ്പം, കൈക്ക് എത്ര ന്യൂറോണുകൾ ഉണ്ടോ അതിനനുസരിച്ച് കൈയിന്റെ വലുപ്പം, കാലിന്റെ ചലനത്തിന് എത്ര ന്യൂറോണുകൾ ഉണ്ടോ അതിനനുസരിച്ച് കാലിന്റെ വലുപ്പം. ആ വലുപ്പത്തിനനുസരിച്ച് മോട്ടോർ കോർട്ടെക്സിലെ വരയ്ക്കുന്നതിനാണ് മോട്ടോർ കോർട്ടെക്സ് മാപ്പ് എന്ന് പറയുന്നത്. ജീവികളുടെ എല്ലാം മോട്ടോർ കോർട്ടെക്സ് മാപ്പ് എടുത്ത് നോക്കിയാൽ ഏകദേശം ശരീരത്തെ ചലിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒരേപോലെയാണ് കാണുന്നത്. എന്നാൽ മനുഷ്യന്റെ മോട്ടോർ കോർട്ടെക്സ് മാപ്പ് എടുത്ത് നോക്കിയാൽ അവിടെ നമ്മൾ കാണുക ഭീമാകാരമായ 2 കൈകളാണ്. ബാക്കി എല്ലാ അവയവങ്ങളെക്കാളും വലിയ 2 കൈകളാണ്. അതിനർത്ഥം കൈകളുടെ ചലനത്തിന് വേണ്ടി മനുഷ്യ മസ്തിഷ്കത്തിൽ അത്രയധികം ന്യൂറോണുകളെ വിന്യസിച്ചിരിക്കുന്നു. നമ്മൾ അറിയേണ്ടത് തലച്ചോറിനകത്ത് എത്രത്തോളം കൈകൾക്ക്, വിരലുകൾക്ക് ഇളക്കാൻ, ചലിപ്പിക്കാൻ സാധിക്കണമോ അതിനനുസരിച്ചുള്ള ഒരു തലച്ചോറാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് എഴുതാൻ കഴിയുന്നത്. അപ്പൊ മനുഷ്യന്റെ ബാക്കി എല്ലാ ജീവികളെയും പോലെയുള്ള അലക്കിൽ നിന്ന് തുടങ്ങിയ മനുഷ്യന് അള്ളാഹു നൽകിയ ഇക്റാം, അള്ളാഹു നൽകിയ ഔദാര്യം, പ്രത്യേകമായ അവന് നൽകിയ കറാമത്ത്, അതെന്താണ്? പേന കൊണ്ട് എഴുതാനുള്ള. ആ പേന കൊണ്ട് എഴുതാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അവൻ അറിയാത്തത് പഠിക്കാൻ കഴിയും. അത് പടച്ചവൻ അറിയാത്തത് പഠിപ്പിച്ച ബോധനങ്ങൾ, ദൈവിക ബോധനങ്ങൾ വഹിയിൽ അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിനേക്കാൾ അധികം നമ്മൾ ഈ ഒരു സീക്വൻസിലൂടെ പരിശോധിക്കുമ്പോൾ എനിക്ക് അറിയാൻ കഴിയാത്തത് ഞാൻ പഠിക്കുന്നത് എന്റെ പഴയ തലമുറ പഠിച്ചു വെച്ചിടത്തിൽ നിന്നാണ്. അത് ഈ ഇക്റാമ് കൊണ്ടുണ്ടാകുന്നതാണ്. ഈ കൈ അടക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് എഴുതാനുള്ള കഴിവിൽ നിന്നാണ്. അറിയാൻ കഴിയാത്തത്, എനിക്കറിയാത്തത്, എനിക്ക് പഠിക്കാൻ കഴിയുന്നത് പഴയ തലമുറ എന്നല്ല, ഇപ്പോഴത്തെ തലമുറ. നമ്മളാരും സ്പേസിലേക്ക് പോയിട്ടില്ല. ആ സ്പേസിൽ പോയി വന്ന ആളുകൾ അവരുടെ അനുഭവങ്ങൾ എഴുതിയത് കൊണ്ടാണ് നമുക്കത് വായിക്കാൻ കഴിയും.
നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് അറിയാത്ത വിജ്ഞാനം നമുക്കുണ്ടാകുന്നത്. ഒരു ജീവിക്കും ഇല്ലാത്തതാണ്. എല്ലാ ജീവികൾക്കും അവക്കുള്ള വിജ്ഞാനമേ ഉള്ളൂ. അവ നേടിയെടുത്തവ മാത്രം. അവ നേടിയത് അവയുടെ അറിവിന്റെ ഭാഗമായിട്ടുണ്ടാകാം. അതിനപ്പുറത്ത് ഒരു ചിമ്പാൻസി, നമ്മുടെ ഏറ്റവും അടുത്ത ജീവിയായി പറയുന്ന ചിമ്പാൻസി, ആ വലിയ ഒരു മുത്തശ്ശൻ ചിമ്പാൻസി തന്റെ അനുഭവങ്ങൾ അടുത്ത തലമുറയിലെ ചിമ്പാൻസിക്ക് വേണ്ടി എഴുതി രേഖപ്പെടുത്തുകയോ പറഞ്ഞു കൊടുക്കുകയോ ക്ലാസ് എടുത്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ചിമ്പാൻസിയുടെയും അനുഭവങ്ങൾ പുതിയതാണ്. ഒരു പുതിയ അത് അനുഭവിച്ച അനുഭവമല്ലാത്ത മറ്റൊരു അനുഭവവും അത് അനുഭവിക്കുന്നില്ല. മനുഷ്യന്റെ എഴുത്തിനും മനുഷ്യന്റെ വായനക്കുമുള്ള പടച്ചവൻ നൽകിയ വലിയ പ്രാധാന്യമാണ് ഈ നമുക്ക് അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മനുഷ്യർക്ക് മുഴുവനുമായി പടച്ചവൻ അവതരിപ്പിച്ച അവസാനത്തെ വേദഗ്രന്ഥം ആരംഭിച്ചത് തന്നെ രണ്ട് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ആയത് ഇതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതെന്താണ്? ഒന്നാമത്തേത് രണ്ടാമത്തേത് അല്ലാമ ബിൽ ഖലമാണ്. ഇത് രണ്ടും മനുഷ്യന്റെ സവിശേഷതകളുടെ മുഴുവൻ ആകത്തുകയാണ്. മനുഷ്യന് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടി കഴിവുള്ള ഒരു തലച്ചോറ് മനുഷ്യന് നൽകിയെന്ന് കരുതുന്നു. ഇപ്പോഴുള്ള മനുഷ്യന്റെ തലച്ചോറിനേക്കാളും ഇരട്ടി പ്രാപ്തിയും കഴിവുമുള്ള തലച്ചോറ് മനുഷ്യന് നൽകിയെന്ന് വിചാരിക്കുന്നു. എന്നാൽ മനുഷ്യൻ എഴുതാനോ രേഖപ്പെടുത്താനോ വായിക്കുവാനോ ഉള്ള കഴിവ് നൽകിയിട്ടില്ല എന്ന് കരുതുക. ഒരു നാഗരികതയും ഉണ്ടാവില്ല. ഒരു നാഗരികതയും ഉണ്ടാവില്ല. ഒരു ശാസ്ത്രവും ഉണ്ടാവില്ല. ശാസ്ത്രം എവിടെ ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കും. എവിടെ നിന്ന് ഗലീലിയോ തുടങ്ങിയോ അവിടെ നിന്ന് തന്നെ ഐൻസ്റ്റൈൻ തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഗലീലിയോ തുടങ്ങിയിടത്തു നിന്നുമല്ല, ഗലീലിയോ തുടങ്ങിയതും മുൻഗാമികളിരുന്ന ഞാൻ സൂചിപ്പിക്കുന്നത് എഴുതാനും വായിക്കുവാനുമുള്ള മനുഷ്യന്റെ കഴിവാണ് മനുഷ്യന്റെ നാഗരികതയുടെ വളർച്ചയുടെ ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെ എല്ലാം അടിത്തറ. ആ കഴിവാണ് നമ്മൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി ഇത്തരം വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. വായന ഒരു തമാശയല്ല. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം ആയുസ് വർദ്ധിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് വായന എന്ന് പറയുന്നത് കേവലം ഒരു വർത്തമാനം പറയാൻ വേണ്ടിയോ നമ്മളെ വെറുതെ ത്രസിപ്പിക്കുവാനോ വേണ്ടിയല്ല, കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ പഠനത്തിന് നിമിത്തമാകുന്ന ഒരുപാട് ശാസ്ത്രീയമായ വസ്തുതകളുണ്ട്. എങ്ങനെയാണ് വായന മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നത്? ഒന്നാമത്തേത് വായന തലച്ചോറിനുള്ള വലിയൊരു എക്സസൈസ്. ഞാനിവിടെ പറഞ്ഞു, നമ്മുടെ ഊർജത്തിന്റെ 20% ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ 2% മാത്രമായ നമ്മുടെ തലച്ചോറാണ്. ആ ഊർജം ഉപയോഗിക്കുന്ന തലച്ചോറിലെ മസിലുകൾ, ആ മസിലുകൾ ഒരുപാട് തവണ, തലച്ചോറിലെ മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മസിലിന്റെ പാലത്തെ മസിലല്ല, മറിച്ച് തലച്ചോറുകളിലെ ന്യൂറോൺ വ്യൂഹത്തിലെ പ്രത്യേകമായ കലകളാണ്, ടിഷ്യൂസ് ആണ്.
അവർക്ക് എക്സസൈസ് ആവശ്യമുണ്ട്. ആ എക്സസൈസ് ആണ് വായനയിലൂടെ ലഭിക്കുന്നത്. വായനയിലൂടെ തലച്ചോറിലെ ന്യൂറോണുകൾ കൂടുതൽ കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പുതുമ അനുഭവിക്കുന്ന തലച്ചോറ് അത് വല്ലാത്തൊരു ആസ്വാദനത്തിന്റെ തലത്തിലേക്ക് പോകുക. ഞാൻ നേരത്തെ പറഞ്ഞ പഠനങ്ങളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല വായനക്കാരി നിന്ന് അൽഷിമേഴ്സിന്റെയും ഡിമെൻഷ്യയുടെയും പേഷ്യൻസ് ഉണ്ടാവില്ല എന്നാണ് പഠനം. നല്ല വായനക്കാർ തലച്ചോറിനെ പരമാവധി എക്സസൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. ഡിമെൻഷ്യയുടെയും അൽഷിമേഴ്സിന്റെയും എല്ലാം കാരണമായി ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. ചിലതെല്ലാം പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല. എക്സസൈസ് ചെയ്താൽ പക്ഷെ പൊതുവെ പറയുന്നത് നന്നായി വായിക്കുന്നവരിൽ ഇതുണ്ടാവില്ല, ഉണ്ടാവാനുള്ള സാധ്യത വിരളമാണ്. വായനയുടെ ഒന്നാമത്തെ തലം അത് തന്നെയാണ്. നമ്മുടെ തലച്ചോറ് എപ്പോഴും പ്രവർത്തനക്ഷമമാണ്. അതെപ്പോഴും ഭാവനാസമ്പന്നമാണ്. ഭാവനാസമ്പന്നമായ തലച്ചോറിൽ നിന്നാണ് സർഗാത്മകത ഉണ്ടാവുക. ക്രിയേറ്റിവിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക. സർഗാത്മകത. ഇപ്പോൾ സർഗാത്മകത എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് മനസ്സിലാക്കുക ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി രണ്ട് തരമുണ്ട്. ഒന്ന് ആസ്വാദനത്തിന്റെ ക്രിയേറ്റിവിറ്റി. നമ്മൾ മലയാളത്തിലാണ് സർഗാത്മകത എന്ന് പറയുമ്പോൾ അതാണ് ഉപദേശിക്കാറ്. ഒരു നല്ല നോവൽ എഴുതുന്നയാൾ അയാൾ വലിയ സർഗാത്മക വ്യക്തിത്വമാണ് ഈ നമ്മൾ പറയുന്നത്. അതിനേക്കാൾ വലിയൊരു ക്രിയേറ്റിവിറ്റി അത് ശാസ്ത്രജ്ഞന്റെയും ഗവേഷകന്റെയും ക്രിയേറ്റിവിറ്റി. ശാസ്ത്രജ്ഞനും ഗവേഷകനുമല്ല, ഇതേപോലെ തന്നെ സർഗാത്മകതയാണ് അവർക്കുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? തലച്ചോറിന്റെ നിരന്തരമായ എക്സസൈസുകൾ. 1000 ഡോക്യുമെന്ററികൾ നിങ്ങൾ കണ്ടാൽ 1,00,000 ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള വൈജ്ഞാനികമായ ചാനലുകൾ നിങ്ങൾ മാറി മാറി കണ്ടാൽ നിങ്ങളിൽ നിന്നൊരു ഗവേഷകൻ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാം. നിങ്ങളിലെ ഗവേഷകൻ ഉണ്ടാവുക നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. നിങ്ങളിലെ ശാസ്ത്രജ്ഞർ ഉണ്ടാവുക നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യാനുഭവം എത്ര നല്ല അനുഭവമാകട്ടെ, എത്ര വിജ്ഞാനം നൽകുന്നതാകട്ടെ, ആ അനുഭവം അതോടുകൂടി പൂർണ്ണമാണ്. ഇനിയൊന്നുമില്ല എന്നാണ്. അതേസമയം എഴുത്തനുഭവം എന്നത്, വായനാനുഭവം എന്നത് അതിനെക്കുറിച്ച് കാഴ്ചയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വിവരവും നിങ്ങൾക്ക് ലഭിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് എന്തൊക്കെയോ ബാക്കി നിൽക്കുന്നു. അതിലേക്കുള്ള ശ്രദ്ധയാണ്, പഠനമാണ്, ഗവേഷണമാണ്. അതിലേക്കുള്ള നോക്കാനുള്ള ആ ഒരു ത്രസിപ്പാണ് പഠനമായി, ശാസ്ത്രമായി പുറപ്പെടുക. അത് തന്നെയാണ് സാഹിത്യത്തിലെ സർഗാത്മകത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ 1000 സിനിമകൾ കാണുക, 10,000 കവിതകൾ കേൾക്കുക. അതിൽ നിന്നൊരു കവിത ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടി വരും. വായന എന്നത് ആ ഒരു തലത്തിൽ
വല്ലാത്തൊരു സർഗാത്മകത സൃഷ്ടിക്കുന്ന ഒരു സാധനം. അതാണ് ഞാൻ ഇവിടെ വായനയുടെ ഒന്നാമത്തെ തലമായി തലച്ചോറിന്റെ എക്സസൈസ് എന്ന് പ്രത്യേകമായി എടുത്ത് പറയാൻ കാരണം. രണ്ടാമതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യം അറിവ് നൽകുന്ന ഒരു സാധനം. തലച്ചോറിന്റെ എക്സസൈസ് അറിവ് നൽകാനല്ല, അത് വേറൊരു സാധനം. അറിവ് എന്നത് പല തലങ്ങളിലും, അക്ഷരങ്ങൾ മുതൽ, അക്ഷരങ്ങളുടെ ഘടന മുതൽ, ആ ഘടനയിൽ നിന്ന് ഉണ്ടാകുന്ന വാചകങ്ങൾ നൽകുന്ന വിവരം മുതൽ എല്ലാം അറിവാണ്. അക്ഷരങ്ങളുടെ ഘടന വഴിയാണ് നിങ്ങൾക്ക് വൊക്കാബുലറി ഉണ്ടാകുന്നത്, ശബ്ദധാരാവലി. നിങ്ങൾ വായിക്കാത്തിടത്തോളം നിങ്ങൾ ഭാഷയിൽ എപ്പോഴും താഴെ നിലവാരമേ നിങ്ങൾക്കുണ്ടാവും. ഭാഷ ചിലപ്പോൾ നിങ്ങളുടെ നാവിൽ കിടന്ന് തട്ടിക്കളിക്കുന്നുണ്ടാവും. അതിന് നിങ്ങൾ വായിച്ചു കൂടണമെന്നില്ല. അതിന് നിങ്ങൾക്ക് ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ പോയി പെട്ടാൽ മതി. പക്ഷേ ഭാഷയിലെ പദങ്ങളും പദങ്ങൾക്കനുസരിച്ചുള്ള സന്ദർഭങ്ങളും ഉണ്ടാവുക വായനയിലൂടെ മാത്രം. ഇതാണ് രണ്ടാമത്തെ തലം, അഥവാ അറിവ് നേടിയെടുക്കാൻ കഴിയും. അത് അക്ഷരങ്ങൾ മുതൽ, വാചകങ്ങൾ മുതൽ, ആ വാചകങ്ങൾ നൽകുന്ന അറിവ് മുതൽ. മൂന്നാമത്തെ സംഗതി, വായനയിൽ നിന്ന് ലഭിക്കുന്ന മൂന്നാമത്തെ സംഗതി അതാണ് മനുഷ്യപ്പറ്റുണ്ടാക്കുക എന്നാണ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും എംപതി സൃഷ്ടിക്കുക. എംപതി എന്ന് പറഞ്ഞാൽ അത് വായനയുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. തീർച്ചയായും നിങ്ങൾക്കൊരു പ്രയാസം കാണുമ്പോൾ അതിനോട് അനുകമ്പ തോന്നും. അതിന് സിമ്പതി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സിമ്പതിയും എംപതിയും വ്യത്യാസമാണ്. എംപതി നിങ്ങൾ ആ അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സെത്തിയിട്ട് ആ അവസ്ഥയെ അനുഭവിക്കലാണ്, മാനസികമായി അനുഭവിക്കൽ. നിങ്ങളൊരു സൊമാലിയക്കാരന്റെ പ്രയാസം കാണുമ്പോൾ, അയാൾ ഭക്ഷണമില്ലാതെ പിടഞ്ഞു മരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനോട് അനുകമ്പയുണ്ടാകും. കണ്ടാ മതിയത് അനുകമ്പയുണ്ടാകും. എന്നാൽ വായനയാകുമ്പോൾ അവിടെ കേവലമായ അനുകമ്പയല്ല, മറിച്ച് നിങ്ങൾ ആ അവസ്ഥയിലെത്തുകയും നിങ്ങളുടെ മനസ്സ് ആ അവസ്ഥയിലെത്തുകയും നിങ്ങൾ ആ അവസ്ഥയെ അനുഭവിക്കുകയും ചെയ്യും. വായിക്കേണ്ട രൂപത്തിലെ നിങ്ങൾ വായിക്കുക. അതുകൊണ്ടാണ് എഴുത്തുകൾ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നത്. ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, എഴുത്താണ്, വായന. ആ വായനയുടെ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. നമ്മുടെ തലച്ചോറിന് നല്ല വ്യായാമം നൽകുന്ന, അറിവ് നേടിയെടുക്കാൻ കഴിയുന്ന, അതോടൊപ്പം തന്നെ നമ്മളിലെ മനുഷ്യപ്പറ്റിനെ വളർത്താൻ കഴിയുന്ന വായന. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്നാണ്. വായന അല്ലാഹുവിന്റെ, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിലാകുമ്പോൾ ഇതെല്ലാം അർത്ഥപൂർണമാണ്. ഈ ഫലങ്ങൾ മുഴുവൻ ഉണ്ടാകും. ഇതേ വായന തന്നെ ചിലപ്പോൾ മനുഷ്യപ്പറ്റില്ലാത്തതാകുന്നത് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ തെറ്റിപ്പോകുന്നതുകൊണ്ടാണ്. അതിലൊക്കെ ഒരുപാട് പറയേണ്ടത്. അതുകൊണ്ട് സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കാൻ കഴിയണം, പഠിക്കാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം. അപ്പോഴാണ് മനുഷ്യഗന്ധിയായ വായനയാവുക. ആ വായനയിലൂടെ നേടിയെടുക്കുന്ന
അറിവിന് മനുഷ്യപ്പറ്റുണ്ടാവുക. അങ്ങനെയുള്ള വായനക്ക് പ്രചോദനമായി ഈ അന്താരാഷ്ട്ര പുസ്തകമേള മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായനയിൽ നിന്ന് പടി ഇറങ്ങി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവർക്ക് ഇനിയും വായനയിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളിലെ മനുഷ്യനെ ഇനിയും ഉത്തേജിപ്പിക്കുവാൻ അവസരങ്ങളുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അത് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കും എന്ന പഠനം നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് സർവശക്തൻ അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കുവാൻ, അങ്ങനെ പഠിക്കുവാൻ, കൂടുതൽ ഉയരങ്ങളിലേക്ക് മുകളിലേക്ക് പോകുവാൻ എല്ലാം നമ്മുടെ വായന വഴി നമുക്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.